മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 500ഓളം താൽക്കാലിക ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രതിസന്ധിയിൽ. 200ഓളം പേർക്ക് 2 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. പ്രതിഷേധം കനക്കുമ്പോൾ ഗഡുക്കളായി മാത്രം ശമ്പളം നൽകും. ജോലിക്കെത്താൻ കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. പരാതി പറഞ്ഞ് മടുത്തെന്നും 1.5 വർഷത്തിലേറെയായി ഇതാണ് സ്ഥിതിയെന്നും ജീവനക്കാർ പറയുന്നു. പ്രതികരണമൊന്ന് കേട്ടുവരാം. ദിവസക്കൂലിയായിട്ട് ഒരു 600 അല്ലെങ്കിൽ 700 രൂപയൊക്കെ ആയിട്ടാണ് അലേഖം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഒരു 800 രൂപയുടെ താഴെ. 1.5 വർഷത്തിനധികം ആയി ഞങ്ങൾക്ക് സാലറി ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. 2-3 മാസം കഴിയുമ്പോൾ 1 മാസത്തെ തരുന്നു. പിന്നെ 2-3 മാസം കഴിയുമ്പോൾ ഒരു 6 രൂപ അല്ലെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 7 രൂപ ആയിട്ട് തരുന്നു. പിന്നീട് അത് കുറഞ്ഞു വന്നു. പിന്നീട് ഞങ്ങൾക്ക് പൊട്ടും കിട്ടാതെയായി. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞങ്ങൾക്ക് ഒരു 6 രൂപ കിട്ടി. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി കിട്ടി. ഒരു വീട്ടിൽ 2 പേര് ജോലി ചെയ്യണവരുണ്ട്. ഇവർക്ക് 2 മാസമായിട്ട് സാലറി ഇല്ല. ജോലിക്ക് വരാൻ വേണ്ടി കടം വാങ്ങുക, അങ്ങനെ ജീവിക്കണം. ബന്ധപ്പെടാൻ പറ്റുന്ന തലങ്ങളിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടു, മുട്ടാൻ പറ്റുന്ന വാതിലുകളൊക്കെ ഞങ്ങൾ മുട്ടി. അപ്പോൾ കുറേ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് പൈസ തരും, വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആവും. ഒരു 40 രൂപ പോലും എടുക്കാനില്ല. എന്തിനപ്പം നമ്മൾ പണിയെടുത്തിട്ട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് ചായ കുടിക്കാൻ പോലും മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, കേട്ടതോളം വളരെ ബുദ്ധിമുട്ടിലാണ് ഇവർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. താൽക്കാലിക ജീവനക്കാരാണ്. അവർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കേണ്ടത്? എന്താണ് ഇവർക്ക് ഇങ്ങനെ ഗഡുക്കളായിട്ട് കൊടുക്കുന്നത്? ഇത് കേട്ടുകേൾവിയില്ലല്ലോ. ആശുപത്രിയിൽ, അവരും തിരക്കുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന, വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. അവരെ ഇങ്ങനെ സർക്കാർ പരീക്ഷിക്കാൻ പാടില്ല. മറ്റൊരിടത്തും നമ്മളിങ്ങനെ കേട്ടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ചില ഹോസ്പിറ്റലിലൊക്കെ കേട്ടിട്ടുണ്ട്. സമാനമായ അവസ്ഥയിലാണോ മഞ്ചേരിയിലും? എന്താണ് സംഭവിക്കുന്നത് അഷ്കർ അവിടെ? അരുൺ, ഗുഡ് മോർണിംഗ്. അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ HDC അഥവാ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ് ഇത്തരത്തിൽ അവിടെ ഏകദേശം 560ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത്. പിന്നീട് അവർ 2 വിഭാഗമാക്കി. HDSൻ്റെ കീഴിൽ കുറച്ച് ജീവനക്കാരെയും അതുപോലെ തന്നെ കാസ്പിൻ്റെ കീഴിൽ കുറച്ച് ജീവനക്കാരെയും നിയമിച്ചു. ആ ജീവനക്കാരാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർക്ക് പലപ്പോഴും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയാണ്. ഒരു തവണ ഇത്തരത്തിൽ പ്രതിസന്ധി ആകപ്പെട്ട് നമ്മൾ വാർത്ത കൊടുത്തതിനെ തുടർന്നാണ് പിന്നീട് അവർക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും അതേ പ്രതിസന്ധി തുടരുന്നു. പലപ്പോഴും ആകെപ്പാടെ 15,000 ഇല്ലെങ്കിൽ 20,000 രൂപ താഴെ മാത്രം ശമ്പളമുള്ള താൽക്കാലിക ജീവനക്കാർ, അതിൽ നഴ്സുമാരുണ്ട്, ലാബ് അസിസ്റ്റന്റുമാരുണ്ട്, ക്ലീനിങ് ജീവനക്കാരുണ്ട്, സെക്യൂരിറ്റിമാരുണ്ട്. അത് വ്യത്യസ്ത മേഖലയിൽ ഇല്ലെങ്കിൽ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് തന്നെ മുന്നോട്ട് പോകുന്നത് ഈ താൽക്കാലിക ജീവനക്കാരെ കൊണ്ടാണ്. ആ ജീവനക്കാരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ശമ്പള പ്രതിസന്ധി അനുഭവിക്കുന്നത്. അതിൽ 200-ലധികം ആളുകൾക്ക് കഴിഞ്ഞ 2 മാസമായി 1 രൂപ പോലും ശമ്പളമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം തിരക്കുള്ള ഒരു ആശുപത്രി കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അപ്പോൾ വലിയ തോതിൽ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർക്കാണ് കൃത്യമായി വേതനം, അവർ ചെയ്യുന്ന ജോലിക്ക് പോലും വേതനം നൽകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിൽ ഏറെ കഷ്ടകരമായി അവർ തന്നെ വ്യക്തിപരമായി പറഞ്ഞ കാര്യം, തങ്ങളുടെ സ്വന്തം ചെലവിന് വേണ്ടി ഒരു ചായ കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക്, അതിന് പോലും പണം കടം വാങ്ങേണ്ട ദയനീയാവസ്ഥയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ബാങ്ക് ലോണുകളുണ്ട്, EMIകളുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അടയ്ക്കാൻ കഴിയാതെ താളം തെറ്റി അവരുടെ ജീവിതാവസ്ഥ തന്നെ അങ്ങേയറ്റം പരിതാപകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക്. ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ മാത്രം 6,000 രൂപ ഇട്ടുകൊടുക്കുന്ന ഒരു രീതി, അത് ശരിയല്ല. സർക്കാർ സ്ഥാപനമാണ്, അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. അവർക്ക് താൽക്കാലികമാണ്, അവരെ സ്ഥിരപ്പെടുത്താനൊന്നുമില്ലല്ലോ അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട പ്രതിഫലം മാസശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ.